ഒരു ദിവസം സാജിദ ടീച്ചറുടെ വീട്ടിലേക്ക് ക്ലാസ്സിലെ കുട്ടികളെത്തി. അതിൽ ഒരു കുട്ടി മാത്രം ടീച്ചറുടെ വീടിനെ കൗതുകത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. വീട് കണ്ടുകഴിഞ്ഞവൾ അടുത്തെത്തി പറഞ്ഞു, ടീച്ചറെ, ഇതുപോലെ എനിക്കും ഒരു കൊച്ചു വീട് വേണം. ആ ആവശ്യം ടീച്ചറുടെ ഉള്ളിൽ തറച്ചു. 3ാം ക്ലാസ്സുകാരി ഫസ്നയും 6 പേരടങ്ങുന്ന കുടുംബവും റെയിൽവേ സ്റ്റേഷനടുത്തെ ഒറ്റമുറിയിലാണ് താമസം. ദുരിതം ഒരു തുടർക്കഥ പോലെയാണ് ആ കുഞ്ഞിന്. പക്ഷാഘാതം പിടിച്ച് ജോലിക്ക് പോകാൻ കഴിയാത്ത അച്ഛൻ, ഒരു അപകടത്തിൽ കാലുകൾക്ക് ഗുരുതരമായി പരിക്ക് പറ്റിയ അമ്മ. ടീച്ചറുടെ ഉള്ളൊന്നു പിടഞ്ഞു. ആ കുഞ്ഞ് അടച്ചുറപ്പുള്ള വീടിന്റെ സുരക്ഷയിൽ ഉറങ്ങണമെന്ന് ഉറച്ച് ടീച്ചർ ഇറങ്ങി. നിങ്ങൾക്ക് കണ്ടറിയണ്ടാവും, നമ്മുടെ മുൻപത്തെ ഈ ഒരു പോർഷനിൽ ഉണ്ടായിരുന്ന വീടാണിത്. ആ വീടിന് പകരം ഇന്ന് നമ്മൾ നല്ല മനോഹരമായ, ചെറുതാണെങ്കിലും മനോഹരമായ ഒരു വീടാണ് ഇന്ന് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. ടീച്ചർ തന്റെ സൗഹൃദ വലയങ്ങളെ കാര്യം അറിയിച്ചു. അഭയം വനിതാ കൂട്ടായ്മ കൂടി എത്തിയപ്പോൾ വീട് യാഥാർത്ഥ്യമായി.